കാലത്ത് അച്ഛനും മോളും പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ എല്ലാ പണികളും കഴിയും. പിന്നെ കുളി മാത്രമാണ് ബാക്കി ഉണ്ടാവാറ്. അപ്പോൾ കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പക്ഷെ എന്നാലും വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ മടക്കിയും പുറത്ത് കൊണ്ട് വെയിലത്തൊക്കെ ഇട്ട് അങ്ങനെ സമയം കളയും. അപ്പോൾ ഇന്നലെ നല്ല വെയിൽ കണ്ടപ്പോൾ കുറേ സാരികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെയിലത്ത് കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. മടക്കി വയ്ക്കാൻ നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നെല്ലാം മടക്കി ഭദ്രാക്കി വെക്കാമെന്ന് വിചാരിച്ചു. കുറേ സാരികളുണ്ടെങ്കിൽ ഇതൊന്നും ഞാൻ ഉടുക്കാറില്ല എന്നാണ് സത്യം. ഈ റെഡ് സാരി കണ്ടില്ല, ഇതെൻ്റെ കല്യാണ സാരിയാണ്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള സാരിയാണ്. കാരണം എൻ്റെ കല്യാണത്തിന് റെഡ് തന്നെ വേണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പോൾ ഈ കല്യാണ സാരി എടുക്കാൻ പോകുമ്പോൾ ഞാനൊന്നും പോയിട്ടില്ല. കാരണം അന്ന് കൊറോണയായിരുന്നു. ഒക്കെ ഫോണിലൂടെ കണ്ടിട്ടൊക്കെയാണ് എടുത്തത്. ബ്ലൗസ് അതുപോലെ തന്നെയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചേച്ചി ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. കാശിയുടെ വർക്കൊക്കെ വെച്ച് നല്ല അടിപൊളിയാണ്. ഇതൊന്നും എനിക്കിപ്പോൾ പാകാവില്ല. എങ്ങനെയെങ്കിലും കഴിച്ചിട്ടൊക്കെ ഒരു സെറണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഈ സാരി അത് നമ്മുടെ കല്യാണത്തിന് കഴിഞ്ഞിട്ട് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഉടുക്കാനൊക്കെ ആയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. അതുപോലെ തന്നെ ഈ സാരി കണ്ടോ, ഇത് സാരി അല്ല കേട്ടോ, സെറ്റ് മുണ്ടാണ്. എൻ്റെ മുകളിൽ 90-ന് എടുത്തിട്ടുള്ളത്. ഞാൻ ഒരു വട്ടം തന്നെ ഉടുത്തിട്ടുള്ളൂ. ഇതിലേറ്റവും ഫേവറേറ്റ് സാരിയാണ് ഇത്. കാരണം ഇതെൻ്റെ തേജു എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ കുറേ സാരികളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും ഉടുക്കാറില്ല. കാരണം എനിക്ക് ഉടുക്കാൻ അറിയില്ല. സെറ്റ് മുണ്ടൊക്കെ പിന്നെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ സാരി എനിക്ക് വലിയ പിടുത്തമില്ല. അമ്മയൊക്കെ വീട്ടിൽ വരുമ്പോഴൊക്കെയാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോഴൊക്കെയാണ് അങ്ങനെ നന്നായിട്ട് നല്ല വൃത്തിയിൽ ഉടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ഉടുക്കണം. അല്ലാണ്ട് എനിക്ക് അങ്ങനെ കറക്റ്റായിട്ട് ഉടുക്കാനൊന്നും അറിയില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ബ്ലൗസാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഇത് ഒരു ടോപ്പ് ഇടുന്ന പോലെ സിമ്പിളായിട്ട് ഇടാം. ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിനിടാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ പ്ലാൻ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം എന്തായാലും ഒതുക്കി പെറുക്കി ഇനി വെക്കാം. ഇനി ഇതിപ്പോൾ അടുത്തൊന്നും എടുക്കില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇത് അങ്ങനെ തന്നെ അവിടെ വെക്കും. ഇതിപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഈ പെട്ടി തുറക്കണം തന്നെ. കാരണം തുറക്കേണ്ട ആവശ്യം വരാറില്ല. ഒന്നാമത് സാരി എടുക്കാറില്ലല്ലോ. അപ്പോൾ ഇനി ഇതൊക്കെ നമുക്ക് ഭദ്രമായിട്ട് അവിടെ തന്നെ കൊണ്ടുവയ്ക്കാം. അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച്